നീ എന്തോടെ ഇതിൽ ഒഴിക്കുന്നത്? തേങ്ങ നിറച്ച് പിടിച്ച് നിൽക്കുകയാണല്ലോടാ. ഇന്നാളെ ഒരു പ്ലംബർ വന്നിട്ട് ചോദിക്കുന്നു, സാറേ ഇതിനകത്ത് എന്തോ ചെയ്യുന്നത്? ഇതിൻ്റെ ചവിട്ടിലങ്ങ് ഒന്നും ഇട്ടിട്ടില്ലല്ലേ, നിങ്ങൾ എന്ത് വളം കൊടുക്കുന്നത്? ഇത് തേങ്ങ ഒരുപാട് പിടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ മാസം അവർ കറക്റ്റ് ചെയ്ത് അവരിത് കൺഫേം ചെയ്തുകൊണ്ടിരിക്കും കമ്പനി. ഈ APK പ്രോഡക്റ്റിൻ്റെ ഉടമകൾ വിളിച്ച് ചോദിക്കും, സാർ പ്രോഡക്റ്റ് എത്തിയോ, കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തോ എന്ന്. സാർ യൂസ് ചെയ്യണം, പെട്ടെന്ന് യൂസ് ചെയ്ത് നമ്മൾ ഒഴിക്കുന്നിടം വരെ അവർ വിളിച്ചുകൊണ്ടിരിക്കും. ഇന്നൊഴിച്ചോ, ഇന്നിട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളൊക്കെ ഒരു വലിയ ആനന്ദം അത്. നമസ്കാരം, ഞാൻ മുഹമ്മദ് ഹുസൈൻ. BSF നിന്ന് റിട്ടയർഡ് ആയതാണ്. അതിനുശേഷം ഇവിടെ പോലീസിലും ഒക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയിലും ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഈ കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് 10-22 സെൻറ്റ് സ്ഥലം എനിക്ക് കൊല്ലത്തുണ്ട്. അതിൽ ഏകദേശം ഒരു 10 വലിയ തെങ്ങും ഒരു 6-7 ചെറിയ തെങ്ങും ഉണ്ട്. അപ്പോൾ ഈ കൊക്കോമാക്സിൻ്റെ പരസ്യം ഞാൻ ഈ യൂട്യൂബ് വഴി കണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് നമ്മൾ മറ്റേ വളങ്ങൾ, പിണ്ണാക്കും, പിന്നെ എന്തോ പറയുന്ന 1-2-3-4 ഐറ്റം മേടിച്ചിടണം, പിന്നെ ചാണകം ഇടണം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളായപ്പോഴത്തേക്ക് എനിക്കത് ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ ഇത് വായിച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നത് അതിൻ്റെ ചവിട്ടിലൊന്നും ഇടണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊക്കോമാക്സ് ഒരു തെങ്ങിന് ഒരു 100 ml വെച്ച് നിങ്ങൾ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിൻ്റെ ചെവിട് ആദ്യം കറക്റ്റ് ചെയ്ത് വെക്കണം. പോച്ചയും വൃത്തിയാക്കി ഇടണം, ഇലയും ഒന്നും ഇടണ്ട. അത് വൃത്തിയാക്കിയിട്ട് അതിന് വെള്ളം ഒഴിച്ച് ആ വെള്ളം നിൽക്കുമ്പം തന്നെ നമ്മൾ 1 ലിറ്ററിൽ ഇതിൻ്റെ ഒരു 100 ml എടുത്ത് മിക്സ് ചെയ്ത് അതിലൊഴിച്ചു കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി, നിങ്ങളെ തെങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ് 3 മാസത്തിനുള്ളിൽ കാണിക്കുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും പോട്ടെ, ഒരു 500 രൂപ മുടക്കിയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ മേടിച്ച്. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ഇപ്പം 4 മാസം മേടിച്ച് കഴിഞ്ഞു. കാര്യം ഞാൻ ഒരു വട്ടം എനിക്ക് തരുമ്പം തന്നെ ഞാൻ പറയാം അടുത്തത് വിട്ടേക്കണേ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ ഇത് ഒഴിച്ചതിന് ശേഷം എനിക്ക് തെങ്ങിൻ്റെ അതിൻ്റെ ഇലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പ്ലെയിൻ പോകുന്നിടക്കങ്ങ് പോയിരിക്കുക ഇപ്പം. പിന്നെ അതുപോലെ തെങ്ങി പിടിച്ച തേങ്ങ അതേ കണക്ക് തന്നെ ഒരുപാട് തേങ്ങ പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വെള്ളക്കയും പൊഴിയില്ല. പിന്നെ കൊല മേപ്പോട്ട് കയറി ഇങ്ങനെ തങ്ങി അതിൽ നിൽക്കും. നമ്മളെ സാധാരണ എല്ലാ തെങ്ങിൽ നിന്ന് ഒടിഞ്ഞു വീഴുന്ന കണക്കുള്ള രൂപത്തിൽ നിൽക്കത്തില്ല. എല്ലാം അതിൻ്റെ ആ ഓലമടലിൽ തന്നെ തങ്ങി മേപ്പോട്ട് പിടിച്ച് കയറും. അങ്ങനെ ഞാൻ അതിന് ചിലതിന് ഒഴിച്ചും ചിലതിന് ഒഴിക്കാതെയും ചെക്ക് ചെയ്ത്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഞാൻ ഒഴിച്ച തെങ്ങിനെല്ലാം വലിയ ഡെവലപ്മെൻറ്റാണ് കാണിച്ചേക്കുന്നത്. ഇപ്പം പിന്നെ ഞാൻ എല്ലാത്തിനും ഒഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഈ കൂടുതൽ തേങ്ങ പിടിച്ച തെങ്ങിന് ഇനി 50 ml ഒഴിച്ചാൽ മതി, പിടിക്കാതെ നിങ്ങൾ ഒഴിക്കാതിരുന്നതിന് 100 ml വെച്ച് കൊടുത്തോളൂ, 3 മാസം കൊടുക്കുമ്പോൾ അത് ഇതേപോലെ ആവും. അപ്പം പിന്നെ എല്ലാത്തിനും 50 വെച്ച് കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. ഞാൻ വേറെ വളമൊന്നും മേടിക്കാറില്ല. ഇപ്പോൾ ഇത് തന്നെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ എനിക്ക് ഇച്ചിരി ഒരു സുഖമുള്ള ഏർപ്പാട്. ചാണകം വാരാൻ പോകണം, അത് കൊണ്ടുവന്ന് ഇറക്കണം, പിന്നെ അത് വാരിയിടണം, അങ്ങനെയുള്ള പ്രോബ്ലം എല്ലാം ഒഴിവായി. ഇപ്പോൾ ഇതേ ഉള്ളൂ. തെങ്ങിൻ്റെ ചുവട് വൃത്തിയായി കിടക്കുക. വെള്ളം കെട്ടി നിർത്താൻ പരുവത്തിൽ ഞാൻ എല്ലാത്തിൻ്റെയും ചുവട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. പൈപ്പ് എടുക്കുക, വെള്ളം ഒഴിക്കുക, ഇതിൽ നിന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ മാസം അവർ കറക്റ്റ് ചെയ്ത് അവരിത് കൺഫേം ചെയ്തുകൊണ്ടിരിക്കും കമ്പനി. ഈ APK പ്രോഡക്റ്റിൻ്റെ ഉടമകൾ വിളിച്ച് ചോദിക്കും, സാർ പ്രോഡക്റ്റ് എത്തിയോ, കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തോ എന്ന്. സാർ യൂസ് ചെയ്യണം, പെട്ടെന്ന് യൂസ് ചെയ്ത് നമ്മൾ ഒഴിക്കുന്നിടം വരെ അവർ വിളിച്ചുകൊണ്ടിരിക്കും. ഇന്നൊഴിച്ചോ, ഇന്നിട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളൊക്കെ ഒരു വലിയ ആനന്ദം അത്. അങ്ങനെ നമ്മൾ അത് എല്ലായിടത്തും പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരു ദിവസമൊക്കെ എനിക്ക് മിസ് ചെയ്യാൻ പറ്റും, ഞാൻ പിറ്റേന്ന് തന്നെ അത് ഒഴിക്കും. അവരെല്ലാം വിളിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ പിന്നെ റിസൾട്ട് എടുത്തതാണ്. അത് വേണമെങ്കിൽ പിടിക്കാത്ത തെങ്ങും ഒഴിക്കാത്ത തെങ്ങിനെയും ഒഴിച്ച തെങ്ങിൻ്റെയും വേണേൽ അതിൻ്റെ വീഡിയോ ഇവർ കാണിക്കും. ചെറിയ തെങ്ങ് ഈ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം 50 ml വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ തെങ്ങിന്. നീ എന്തോടെ ഇതിൽ ഒഴിക്കുന്നത്? തേങ്ങ നിറച്ച് പിടിച്ച് നിൽക്കുകയാണല്ലോടാ. ഇന്നാളെ ഒരു പ്ലംബർ വന്നിട്ട് ചോദിക്കുന്നു, സാറേ ഇതിനകത്ത് എന്തോ ചെയ്യുന്നത്? ഇതിൻ്റെ ചവിട്ടിലങ്ങ് ഒന്നും ഇട്ടിട്ടില്ലല്ലേ, നിങ്ങൾ എന്ത് വളം കൊടുക്കുന്നത്? ഇത് തേങ്ങ ഒരുപാട് പിടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അവിടെ ശരിക്കും അത് ചേഞ്ചസ് തന്നെ അല്ലേ? ഇതിപ്പോൾ ഞാൻ പറയുന്നില്ലേ, നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു ബോട്ടിൽ യഥാർത്ഥത്തിൽ മേടിച്ചത്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. അപ്പോൾ 1 മാസം ഒഴിച്ചപ്പോൾ തന്നെ അതിനകത്ത് വ്യത്യാസം കണ്ടു തുടങ്ങി. പിന്നെ ഞാനത് കണ്ടിന്യൂസ് 3 മാസം ഒഴിച്ചപ്പോൾ കറക്റ്റ് ഡെവലപ്മെൻറ്റ് കാണിച്ചു. വെള്ളക്ക പൊഴിയുന്നില്ല, തേങ്ങ പിടിക്കുന്നുണ്ട്. ഇതിൽ കണ്ടോ, ഇതിൽ വളരെ കുറച്ച് തേങ്ങ പിടിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ലക്ഷണം കണ്ടോ, നോക്കിക്കോ.
ഈ തെങ്ങ് കണ്ട നിറച്ച് തേങ്ങ പിടിച്ചിരിക്കുന്നു. വീണ്ടും അതിനകത്തോട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക. പറഞ്ഞോ സാർ, ഇത് നിങ്ങൾ 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് മാറും. ഇതിൻ്റെ അതിനൊക്കെ ഇതിന് കൂമ്പ് വരുന്നുണ്ട്. ഇത് ഒഴിക്കാതിരുന്നതാണ്. ഇതിൻ്റെ മണ്ട അടച്ചുപോയി. അങ്ങനെ പിന്നെ ഇപ്പോൾ ഒഴിച്ചു തുടങ്ങി നമ്മൾ. ഇപ്പോൾ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്.